കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ ഞാൻ കപ്പ നടാം. ഞാൻ നട്ട കപ്പ നിലത്തേന്ന് ഞാൻ നട്ടിരുന്നത്. പറിക്കാൻ പോയപ്പോൾ അറിയുന്നു ഞാനിവിടെ കിഴങ്ങ് തിന്നാൻ വേറെ ആൾക്കാരവിടെ ഏത് വഴിക്കൂടെയാണ് അവർ തിന്നാൻ വന്നത് പോലും അറിയില്ല. മേലെ ഒന്നും ഒരടയാളും കാണുന്നില്ല, പക്ഷെ എലി തിന്നു. അതുകൊണ്ട് ഇത് എലിനെ പെരിച്ചായി ഒക്കെ പേടിച്ചുകൊണ്ട് ഞാനിത് നടാൻ പോകുന്നത് ചാക്കിലാണ്. ഞാൻ ചാക്കിൽ കപ്പ നടാൻ പോകുന്നത് കാണിച്ചു തരാം. ഞാൻ നടാൻ പോകുന്നത് സിമന്റ് ചാക്കിലാണ്. സിമന്റ് ചാക്കി നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിയൊന്നും വേണ്ട. സിമന്റ് പണി എടുക്കുന്ന വീട്ടിലൊക്കെ ഇഷ്ടംപോലെ കുന്നുകൂട്ടിനുണ്ടാവും. അവർ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാതെ ബുദ്ധിമുട്ടായി കിടക്കുന്ന അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഞാൻ ഈ സിമന്റ് ചാക്ക് എടുത്തത്. ഇതെടുത്ത് സിമന്റ് ചാക്ക് മേൽഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള പൊന്തി നിൽക്കുന്ന അതൊക്കെ കട്ട് ചെയ്യാം. എന്നിട്ട് അടിഭാഗം രണ്ട് മൂലയും ഇങ്ങനെ കെട്ടുക. പിന്നെ ഹോൾസ് നിർബന്ധമാണല്ലോ, ഹോൾസിലൂടെ വെള്ളം മറന്നു പോണ്ടേ. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞ് നമ്മളിതിങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടിൽ നമ്മൾ നിൽക്കും, ചെരിഞ്ഞ് വീണ് പോയില്ല. അത് ഞാൻ തിരിച്ചിട്ട് കാണിച്ചു തരാം. ഇതാണ് തിരിച്ചിട്ട് ഉള്ളില് കെട്ടൊക്കെ ഇട്ട് തിരിച്ചിട്ടതായിട്ട്. അങ്ങനെ ആകുമ്പോൾ അടിഭാഗം ഇങ്ങനെ പരന്നു നിൽക്കും. നമ്മൾ ഇതിൽ നിറയെ പോട്ടി മിക്സൊക്കെ ഇട്ട് കഴിഞ്ഞ് നട്ടാൽ മറിഞ്ഞ് വീണ് പോയില്ലേ. അപ്പം ഇങ്ങനെ പരന്നവിടെ നിൽക്കും, ഇങ്ങനെ അമർന്നവിടെ നിൽക്കും. അപ്പം ഞാൻ ഇതിൽ കപ്പ നടാൻ പോവുക കേട്ടോ. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഞാൻ ഇതിൽ ആദ്യം ഇടുന്നത് പിന്നെ ഇടുന്നത് എല്ലാം കാണിച്ചു തരാം. ഈ കപ്പയാ ഞാൻ നടാൻ പോകുന്നത്. ഇത് ഞാൻ ഒരു മാസം മുമ്പ് ഇതിൽ കുത്തി വെച്ചതാ. ഇനി നടുമ്പോൾ നമുക്ക് ഒരു മാസത്തെ എഫക്റ്റ് കിട്ടും. ആദ്യമായിട്ട് നമ്മളിതിന് നിറയെ കരിയിലിടുക. നിറയെന്ന് പറഞ്ഞാൽ നിറയെട്ടങ്ങ് അമർത്തി പോവും. കരിയിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു വളമാണ്. ഇടയ്ക്ക് നമ്മളൊരു മണ്ണ് ഇടണം. ഇതിലിപ്പോ ഞാൻ കരിയില കുറെ ഇട്ട് അങ്ങ് അമർത്തി. ഇനി നമുക്ക് കുറച്ച് മണ്ണിടണം. മണ്ണിട്ട് ലെവല് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇതില് ഫുള്ളായിട്ട് കരിയിലിട്ടിരിക്കുകയാണ്. അങ്ങോട്ട് അമർത്തി എത്രത്തോളം എൻ്റെ ശക്തി അത്ര ശക്തി ഉപയോഗിച്ച് ഞാൻ ഇത് അമർത്തിയിട്ടുണ്ട്. അതിൽ മണ്ണിട്ട് വീണ്ടും ഞാൻ ചപ്പിട്ട് അങ്ങനെ അമർത്തി ഇത്ര ഇവിടെ എത്തി. ഈ ചാക്കിന്റെ മുക്കാലും എത്തി. കാരണം ചാക്കിലായതുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നിലത്താണെങ്കിൽ നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കുക, ചപ്പ് പിന്നെയും കൊണ്ടുപോയി. അതിലിപ്പോ ഒന്നും പറ്റൂലല്ലോ. അപ്പൊ ഞാനിത് നടാൻ പോവാ. ഇതാ ഞാൻ നടുന്നത്. ഇതിന്റെ മേലെ നിറയെ ഓരോന്ന് മുളച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് തക്കാളി തൈയാണ്, എന്നെ മാറ്റി കുഴിച്ചിടാന്നൊക്കെ വിചാരിച്ചത്. മണത്ത് നോക്കുമ്പോ തക്കാളി തൈയല്ല, ചെണ്ടുമല്ലിൻ്റെതാണ്. ചെണ്ടുമല്ലി ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ പിന്നെ ഇതിൽ വേണ്ട, ഞാനൊക്കെ പറിച്ച് ഒഴിവാക്കി. ഇനി അതിനെ എടുക്കട്ടെ, മെല്ലെ തട്ടി എടുക്കണം. ഒരു മാസം മുമ്പ് നട്ടതാ. ഇവിടെ നടുക്ക് വെച്ച് ഇനി ചുറ്റും കുറച്ച് മണ്ണിടട്ടെ. മണ്ണും ചപ്പും എല്ലാം തോട്ടത്തിൽ നിന്ന് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. മണ്ണിൽ തന്നെ ഞാൻ എൻ്റെ പച്ചക്കറി വേസ്റ്റ് വാങ്ങിയിട്ടു. മണ്ണാകാണെ മണ്ണായിക്കോട്ടെ, വളമൊക്കെ ആവുമല്ലോ. വേറെ സ്ഥലം കണ്ടെത്തിയിട്ടൊന്നുമില്ല, ഈ മണ്ണിൽ തന്നെ കൊണ്ടുപോയി തരാം. ചുറ്റും കുറച്ച് മണ്ണ്. ഇനി ചുറ്റും കുറച്ച് ചപ്പ് നിറക്കണല്ലോ. പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ അപ്പം തന്നെ മാറ്റണം. പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ല. ഇത് സംഭവം ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് പണിയേ അല്ല, ഭാരപ്പെട്ട പണിയല്ല. മടിയന്മാർക്ക് നല്ല പണിയാട്ടോ. ഞാനിത് തോട്ടത്ത് പോയി അടിച്ച് വാരി ഞാൻ മണ്ണിടട്ടെ. അതില് ചപ്പ് മാത്രമല്ല നിറച്ചു.
ഈ മണ്ണ് ഞാൻ അവിടെ കൊണ്ടുപോയി കോരി കൊണ്ടുപോയി തരാം. കണ്ട മണ്ണിന്റെ കളർ ഇതില് നല്ല വളക്കൂറുള്ള മണ്ണ്. അതിൽ ഞാൻ എല്ലാം കൊണ്ടുപോയി എന്റെ പച്ചക്കറിന്റെ വേസ്റ്റ് അടിച്ചു വാരിയത് അങ്ങനെ ഇത് വളമായി മാറിയ മണ്ണായി. അതാ ഇത്രയും നല്ല കളറ്, കറുപ്പ് കളറായി. അങ്ങനെ 2 ചാക്കില് കപ്പ നട്ട്. ഇതൊക്കെ ഒരു മാസം മുമ്പ് നട്ട് കൊണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉഷാറായിക്കോളൂ. ഫുള്ള് ഒരു 90% ഇതിൽ കരിയിലയാണ്. ഇതിലും കുറഞ്ഞേ മണ്ണുള്ളൂ. ഇനി കുറെ കഴിഞ്ഞാൽ ഈ മണ്ണിലെ സൂക്ഷ്മജീവികൾ നനവെല്ലാം കിട്ടിയെല്ലാം റെഡിയാകുമ്പോൾ ഈ കരിയില മൊത്തം അത് വളമായിട്ട് മാറ്റും. അപ്പൊ കപ്പ നല്ല ഉഷാല് തേങ്ങും. നല്ല എലിനെയും പേടിക്കണ്ട, പെരിച്ചായിനെയും പേടിക്കണ്ട. ഇടക്ക് വന്നു നോക്കി ഒന്നും വേണ്ട. എന്റെ കൺവട്ടത്തെ ആ പറമ്പിൽ ഞാൻ പോവാത്തത് കൊണ്ട് വൃത്തിയാക്കി പോന്ന പിന്നെ പോയി നോക്കുമ്പല്ലേ കണ്ടത് ഫുള്ള് തിന്നുമായിരുന്നു. ഇതാ പ്രശ്നം വരില്ല, പ്രായ കുറയുമല്ലോ. ഇനി ഞാൻ ഈ മണ്ണിപ്പോ ലെവൽ ചെയ്തില്ലേ, കപ്പ അടിയിലല്ലേ വേര് പോവുക. ഞാൻ ഇതിന്റെ മേലെ ഫുള്ള് ഇതിന്റെ മേലെ പൊന്നാങ്കണ്ടി ചീര നടുക. ഇതിന്റെ മേലെ ഈ കപ്പ നട്ടതിന്റെ മേലെ പൊന്നാങ്കണ്ടി ചീര നടുക. പൊന്നാങ്കണ്ടി ചീര അടിയിലേക്കൊന്നും വേര് പോകൂരല്ലോ. അപ്പൊ നമുക്ക് നടാൻ സ്ഥലമില്ല ഉള്ളത് കൊണ്ട് എല്ലാം. ഇത് എന്റെ കുറച്ച് മുമ്പ് നട്ട ചാക്ക് നട്ട കപ്പയാ. ഒന്ന് ഞാൻ അതിന്റെ മുമ്പേ പറിച്ചു. 1 2 3 4 5 6 എണ്ണം. 2 എണ്ണം ഇന്ന് നട്ട്. ഇത് ഒരു മാസം മുമ്പ് നട്ട്. അപ്പൊ നമുക്ക് ഓരോ മാസമൊക്കെ ഇടവിട്ട് നട്ടാൽ എപ്പോഴും നമുക്ക് കപ്പ കിട്ടുമല്ലോ. എല്ലാം കൂടെ ഒരു സമയത്ത് നട്ടാൽ എല്ലാം ഒന്നിച്ചല്ലേ മൂപ്പാവുള്ളൂ. ഇതിങ്ങനെ ഇടവിട്ട് ഓരോ മാസം വിട്ടിട്ട്. ഞാൻ 2 ആഴ്ച മുമ്പ് നട്ട കപ്പയായത്. 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാവൂലേ. അപ്പൊ ഫുള്ളാക്കി ഞാൻ ചപ്പും കരിയിലും മണ്ണും ഇട്ടതാ. നോക്ക് അമർന്നത് ഇപ്പം കൊറേ അമർന്നു. ഇനി നമുക്ക് കിട്ടണം. ഞാൻ ഇതിന്റെ ചുറ്റും പൊന്നാങ്കണ്ണി നട്ടി നമുക്ക് പറിക്കാലോ. ഇനി എനിക്കിതാ ഇതെല്ലാം അങ്ങനെ നടാൻ വേണ്ടി വെക്കുന്നു. ഇതൊക്കെ ഇതാ 1 2 3 4 ഇതെല്ലാം ഞാൻ ചാക്കിൽ വരിയായിട്ട് നടുക. തോട്ടത്തിൽ നട്ടാൻ എന്റെ സ്ഥിതി ഇങ്ങനെയാ. ഫുള്ള് തിന്നുക, നമ്മൾ കിട്ടുന്നില്ല. ഇതാ ഞാൻ 2 എണ്ണത്തിലും നട്ട്. 2 ചാക്കിൽ ഇപ്പൊ കപ്പ നട്ട്. ഇതിലിപ്പോ ഫുള്ള് ഇത്രയും വരെ കരിയിലായിരിക്കും. ഇടയ്ക്കേ കുറച്ച് മണ്ണിട്ടുള്ളൂ. എന്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ച് അമർത്തിയിട്ടാണ് ഞാനിത് നട്ടത്. ഇനി നമുക്കിതൊന്നും ചെയ്യാൻ പറ്റൂല. കപ്പയാണല്ലോ നട്ടത്. ഇത് 2ലും അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ അതിന്റെ മേലെ മണ്ണിട്ടതിന് ശേഷം ഇതാ പൊന്നാങ്കണ്ണി ചീര അങ്ങ് നട്ടുകൊടുത്തതാ. പൊന്നാങ്കണ്ണി ചീര അടിയിലൊന്നും വേര് പോകൂരല്ലോ, മേലെ പൊന്തിയില്ല. എന്തായാലും ഇതിനായിട്ട് നമ്മൾ ദിവസം നനച്ചു കൊടുക്കണമല്ലോ. അപ്പൊ അതും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചു 2 കപ്പ ഇന്ന് നട്ടു. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.